പാലക്കാട് ആർക്കൊപ്പം? പാലക്കാട് ഒരു അട്ടിമറി വിജയം ഇടതു മുന്നണിക്കുണ്ടാകുമോ? അതോ NDA അവർ കാത്തിരുന്ന ഒരു വിജയത്തിലേക്ക് എത്തുമോ? അതോ UDF അവരുടെ ഷാഫി പറമ്പിലൂടെ കഴിഞ്ഞ 3 തവണ സ്വന്തമാക്കി വെച്ചിരുന്ന മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലൂടെ തുടർച്ച തന്നെയാണോ പാലക്കാട് വിധിക്കുന്നതെന്ന് അറിയാൻ നമ്മൾ കാത്തിരിക്കണം. ആ സസ്പെൻസ് 23-ന് മാത്രമേ പൊളിയുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ 3 മുന്നണികളും ആവേശത്തിലും ആത്മവിശ്വാസത്തിലുമാണ്. വിജയം തങ്ങൾക്കൊപ്പം എന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. BJP ക്യാമ്പിനൊപ്പം NDAയുടെ പൊട്ടിക്കലാശത്തിൽ K സുരേന്ദ്രനും എത്തി. വാഹനത്തിൽ K സുരേന്ദ്രനെ നമുക്ക് കാണാം. പ്രവർത്തകർ അദ്ദേഹത്തെ എടുത്തുയർത്തുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ വാഹനത്തിൽ മുന്നിലെത്തിയിരിക്കുന്നു. ശോഭാ സുരേന്ദ്രൻ എവിടെ? ഇത്രയും നേരം ശോഭാ സുരേന്ദ്രൻ വാഹനത്തിന് മുന്നിലുണ്ടായിരുന്നു. ഇപ്പോൾ ശോഭാ സുരേന്ദ്രനെ കാണുന്നില്ല. ഒരുപക്ഷെ വാഹനത്തിൽ ആള് കൂടിയതിനാലാകാം, അല്ലെങ്കിൽ മറുഭാഗത്ത് ശോഭാ സുരേന്ദ്രൻ ഉണ്ടാകാം, നമുക്കറിയില്ല. എന്തായാലും K സുരേന്ദ്രൻ ഇപ്പോൾ വാഹനത്തിന്റെ മുൻപിൽ എത്തിയിരിക്കുകയാണ്. സ്ഥാനാർത്ഥി നേരത്തെ JCBയിലായിരുന്നു. അദ്ദേഹം താഴേക്കെത്തും അല്പസമയത്തിനകമെന്ന് പ്രതീക്ഷിക്കാം. വലിയ ആവേശം NDA ക്യാമ്പിൽ. LDFും അതേപോലെ തന്നെ ആത്മവിശ്വാസത്തിലാണ്. P സരണിയിലൂടെ പാലക്കാട് തിരിച്ചു പിടിക്കാം എന്ന ആത്മവിശ്വാസം LDFിനെ സംബന്ധിച്ചുണ്ട്. UDF രാഹുൽ മാങ്കൂട്ടത്തിലൂടെ ഷാഫി പറമ്പിലിന്റെ തുടർച്ച പാലക്കാട് ആഗ്രഹിക്കുകയാണ്. നോക്കൂ, എല്ലാ വിധത്തിലും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. കൊട്ടിക്കലാശത്തിൽ വർണ്ണശബളത ഒരുക്കുന്നതിൽ പോലും ആ മത്സരം നമുക്ക് കാണാം. പോപ്പപ്പുകളുടെ എണ്ണത്തിൽ പോലും ഒട്ടും പിന്നിലാകാതിരിക്കാൻ ഓരോ മുന്നണികളും ശ്രമിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ലേസർ ഒപ്പം DJ മ്യൂസിക് ഇതൊക്കെയും ഒരുക്കിക്കൊണ്ട് K സുരേന്ദ്രൻ അവിടെ സംസാരിക്കുന്നുണ്ട്. നമുക്ക് കേൾക്കാൻ പറ്റുമോ എന്ന് അറിയില്ല. ധർമ്മസമരകാഹളം പാലക്കാട് കൊട്ടിക്കലാശത്തിന് മിനിറ്റുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. 34 ദിവസം നീണ്ടുനിന്ന പരസ്യ പ്രചരണം, സമാനതകളില്ലാത്ത തെരഞ്ഞെടുപ്പ് പ്രചരണം, അതിന് അവസാനമാവുകയാണ്. കേരളം ഇതുവരെ കണ്ട തെരഞ്ഞെടുപ്പ് പോരാട്ടങ്ങളിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തും പാലക്കാട്ടെ ഈ ഉപതെരഞ്ഞെടുപ്പ്. ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന ഉപതെരഞ്ഞെടുപ്പാണ് ഇത്തവണ പാലക്കാട് നടക്കുന്നത്. ഇതുപോലെ വീറും വാശിയും അരങ്ങേറിയ മറ്റൊരു തെരഞ്ഞെടുപ്പ് കേരള ചരിത്രത്തിൽ ഉണ്ടാകില്ല. അത്രമാത്രം വീറും വാശിയുമേറിയ, അത്രമാത്രം വിഷയങ്ങൾ ചർച്ച ചെയ്ത, അത്രമാത്രം മാധ്യമങ്ങൾ കമ്പടിച്ച് നടത്തിയ പ്രവർത്തനം, അത്രമാത്രം ജനങ്ങൾ ശ്രദ്ധിക്കപ്പെട്ട ഉപതെരഞ്ഞെടുപ്പ്, അങ്ങനെയൊക്കെ ഒരുപാട് പ്രത്യേകത പാലക്കാടിനെ സംബന്ധിച്ചിട്ടുണ്ട്. പാലക്കാട് ഒരു രാഷ്ട്രീയ മാറ്റത്തിന് വേദിയാകുമോ എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. വലിയ തുടർച്ചകൾ സാധ്യമാക്കിയ മണ്ഡലമാണ്. അവിടെ ഷാഫി പറമ്പിലൂടെ 3 തവണ UDF ജയിക്കുകയും ബലിദാനികൾ അമരന്മാർ എന്ന മുദ്രാവാക്യം ഉയരുകയാണ്. ബലിദാനികളെ വഞ്ചിച്ചു സന്ദീപ് വാര്യർ എന്നതായിരുന്നു ഒരു പ്രധാന വിമർശനം. അവിടെ ആ മുദ്രാവാക്യം വിളി ഇപ്പോൾ ഉയരുമ്പോൾ
അത് ചില സൂചനകൾ കൂടിയാണ്. LDF ക്യാമ്പിൽ ആവേശം തിരതല്ലുകയാണ്. അവിടെ ലേസർ ഷോയൊക്കെ നടക്കുന്നുണ്ട്, വലിയ ആവേശമുണ്ട്, നൃത്തമൊക്കെയുണ്ട്. മന്ത്രി MB രാജേഷും കൂടി നൃത്തം കളിച്ചാൽ ജോറായേനെ. UDF ക്യാമ്പിൽ അൻവർ സാദത്ത് എന്തായാലും നൃത്തം ഒരു മത്സര ഇനമാണെങ്കിൽ താൻ തന്നെ ഫസ്റ്റ് അടിക്കും എന്ന രീതിയിൽ വലിയ ആവേശത്തിലും നൃത്തത്തിലും ഒക്കെയാണ്. LDF ക്യാമ്പിലും വലിയ ആവേശം കാണാം. എന്തായാലും മിനിറ്റുകൾ, ഇനി 3 മിനിറ്റിൽ താഴെ മാത്രമേ ഉള്ളൂ ഈ കൊട്ടിക്കലാശം അവസാനിക്കാൻ. പരസ്യപ്രചരണം പാലക്കാട് അവസാനിക്കാൻ ഇനി മിനിറ്റുകളുടെ ദൂരം മാത്രം. നാളെ നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമാണ്. പാലക്കാട്ടെ ജനങ്ങൾ ആർക്ക് തങ്ങൾ വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കും നിശബ്ദമായി നാളെ. മുന്നിൽ നിന്ന് നയിക്കൂ നീ, മുന്നിൽ നിന്ന് നയിക്കൂ നീ.